ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ്, ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് കണ്ടു കാണും ഇല്ലേ. ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത് ക്ലാസ് എടുത്തിരുന്നു. ഞാൻ നോട്ട് ഇട്ടു തരുന്നു. അതിലൊരാൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ തന്നിട്ടുണ്ട്. ഒന്ന്, ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ. ഡൈപോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഒരു -q ചാർജും ഒരു +q ചാർജും സപ്പോസ് ഒരു 2a അകലത്തിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു സിസ്റ്റമാണ് ഒരു ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ, ഡൈപോളിൻ്റെ ആക്സിസിൽ ഒരു പോയിൻ്റ് എടുത്താൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിലൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, പെർപെൻഡിക്കുലർ ഡൈപോളിന് വരയ്ക്കുന്ന സെൻറ്ററിലൂടെ കടന്നു പോകുന്ന, ഡൈപോളിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ, ഈ പെർപെൻഡിക്കുലർ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. Suppose let P be a point along the equatorial line. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ രണ്ട് ചാർജ് ഉണ്ട്, ഒരു -q ചാർജും ഉണ്ട്, ഒരു +q ചാർജും ഉണ്ട്, സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് 2a. ഒരു ഡൈപോൾ 2a അകലത്തിൽ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ചാർജുകൾ 2a അകലത്തിൽ, ഡൈപോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഡൈപോൾ ലെങ്ത് 2a ആണെങ്കിൽ വൺ ഓഫ് ദ ചാർജ് q ആണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റിനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. P = 2a × q ആയിരിക്കും. So let P be a point on the equatorial line of the dipole. We have to find out the electric field intensity at P due to the dipole. So to find the field at P, നമുക്ക് Pയിലെ ഫീൽഡ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെറ്റ് +1 കൂളം ചാർജ്, ഒരു ടെസ്റ്റ് ചാർജ്. അപ്പം ഞാൻ നേരത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ടെസ്റ്റ് ചാർജ് എന്താണ്, സോഴ്സ് ചാർജ് എന്താണെന്നൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇവിടെ ഒരു +1 കൂളംബ് ടെസ്റ്റ് ചാർജ് കൊണ്ടുവന്ന് ഈ P എന്ന പോയിന്റിൽ വെക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൽ, ഈ പോയിന്റിൽ ഈ -q ചാർജ് മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും, +q ചാർജ് മൂലം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ക്ലാസ് ഇട്ടിരുന്നു, ഇലക്ട്രിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു തന്നിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? അതായത് ഒരു ക്യാപിറ്റൽ Q ആണ് അവിടുത്തെ സോഴ്സ് ചാർജ്, അതിന് സമീപം ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 q/r². r എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ്. സപ്പോസ് നമുക്ക് ഈ ഡൈപോളിനെ AB എന്ന് ഡിനോട്ട് ചെയ്യാം. Let AB be the dipole and P be a point at a distance r from the center of the dipole. ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും r അകലത്തിൽ മാറിയ ഒരു പോയിൻ്റാണ് P. ഇത് ടോട്ടൽ ലെങ്ത് 2a ആണ്. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ മുതൽ ഒരു ചാർജ് വരെയുള്ള ലെങ്ത് എത്രയായിരിക്കും? a ആയിരിക്കും. സോ അപ്പോൾ -q ചാർജ് മൂലം Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം, +q ചാർജ് മൂലവും Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. ദെൻ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു യൂസ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. എന്ത് ചെയ്യണം? രണ്ട് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വെക്റ്റർ സം എടുക്കുക. സോ ഒന്നും കൂടെ പറയാം. ലെറ്റ് P be a point on the equatorial line of the dipole at a distance r from the center of the dipole. In order to find the electric field intensity at P, consider or let a test charge +1 coulomb is placed at the point P. Then the electric field intensity at P due to the -q charge മൂലം Pയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഞാൻ ഒന്ന് വരയ്ക്കാം. along the direction നമുക്കൊന്ന് വരയ്ക്കുക. എങ്ങോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ? ഇവിടെ +1 കൂളം ചാർജ് ഇരിക്കുന്നു, -q ചാർജ് ഇരിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും?
യെസ് ഈ ഡയറക്ഷൻ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് വരച്ചേക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ബിയിലിരിക്കുന്ന ബി എന്ന പോയിന്റിലിരിക്കുന്ന പ്ലസ് ക്യൂ ചാർജ് മൂലവും ബിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് ഇ പ്ലസ് ക്യൂ എന്നെഴുതാം. ഇ പ്ലസ് ക്യൂ. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇത് പോസിറ്റീവ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷൻ എലോങ് ബി പി ആയിരിക്കും ഡയറക്ഷൻ. ഈ മൈനസ് ക്യൂവിൻ്റെ ഡയറക്ഷൻ എലോങ് പി എ ആയിരിക്കും. എന്നാൽ ഈ പ്ലസ് ക്യൂവിൻ്റെ ഡയറക്ഷൻ എലോങ് ബി പി. ബി പി എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ പോകും, ഇങ്ങോട്ടായിരിക്കും. ഈ പ്ലസ് ക്യൂ, ഈ മൈനസ് ക്യൂ ഇങ്ങോട്ടും. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഏത് വെക്ടറും എത്ര രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഞാൻ എക്സ് വൈ ആക്സിസ് എന്ന് വരയ്ക്കുകയാണ്. ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് എക്സ്, താഴേക്ക് മൈനസ് വൈ ഡയറക്ഷനും മുകളിലേക്ക് പ്ലസ് വൈ ഡയറക്ഷനും. ഓക്കെ. സപ്പോസ് ലെറ്റ് ദിസ് ആംഗിൾ ബി തീറ്റ. ഇത് തീറ്റ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്കറിയാം ഇത് ഓൾട്ടർനേറ്റ് ആംഗിളാണ്. ഇതും എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഓക്കെ. നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് ഈ പി എന്ന പോയിന്റിൽ മൈനസ് ക്യൂ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഈ മൈനസ് ക്യൂ എന്നെഴുതാം. ഈ മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? 1/4πε0 ക്യൂ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? മൈനസ് ക്യൂ. നമുക്ക് ഡയറക്ഷൻ എഴുതുന്നത് കൊണ്ട് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. Q/r². r² എന്ന് പറയുന്നത് ഈ ചാർജിനും ഈ പോയിന്റിനും ഇടയ്ക്കുള്ള ലെങ്താണ്. നോക്കൂ, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? ഈ ലെങ്ത് എ, ബേസ് എ, ഇത് 6. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഹൈപ്പോട്ടന്യൂസ്? √(a² + r²). ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്താൽ ഈ എ പി എന്ന് പറയുന്ന ലെങ്ത് ഇവിടെ Q/AP² അല്ലേ? 1/4πε0 Q/AP² ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഡയറക്ഷൻ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? എലോങ് ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് പി എ. എ പി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സെൻറ്ററിന് ഒ എന്ന് കൊടുക്കാം, AOP എന്ന് കൊടുക്കാം. സോ ഇതെന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് ഇതെന്ന് പറയുന്നത് √(a² + r² എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/√(a² + r². ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു മൈനസ് ക്യൂ ചാർജ്. ഇനി ഇവിടെ നമുക്കറിയാം AP² ഉള്ളത് കൊണ്ട് ഇതിൻ്റെ എന്ത് വരും? ഒരു സ്ക്വയറും കൂടെ വരും. ഇപ്പോൾ √(a² + r²ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? a² + r². അതായത് 1/4πε0 Q/a² + r² എന്ന് വരും. ഓക്കെ. ഇതുപോലെ പ്ലസ് ക്യൂ ചാർജ് മൂലം പി എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഈ പ്ലസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 ചാർജ് ഇവിടെ ക്യൂ തന്നെയാണ്, മാഗ്നിറ്റ്യൂഡ് Q/ ഈ ലെങ്ത്. ഇവിടെ ഇതും എ അല്ലേ? OB എന്ന് പറയുന്ന ലെങ്ത് എ ആണ്, ഇത് R ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര തന്നെ വരും? അതായത് BP², Q/BP² എന്ന് വരും. BP എന്ന് പറയുന്നത് എന്ത് വരും? ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം √(a² + r²). അപ്പോൾ BP² എടുക്കുമ്പോൾ Q/a² + r². എലോങ് ഡയറക്ഷൻ എങ്ങോട്ട് വരും? എലോങ് പോസിറ്റീവ് ചാർജിൽ നിന്ന് പുറത്തേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ എങ്ങോട്ട് വരും ഡയറക്ഷൻ? എലോങ് BP. അതായത് 1/4πε0 Q/BP² എന്ന് വരും. BP² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. BPയുടെ വാല്യൂ
റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അതിൻ്റെ സ്ക്വയർ എടുക്കുക. സോ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു എ ചാർജ് അറ്റ് എ മൈനസ് ക്യൂ ആൻഡ് ഡ്യൂ ടു എ ചാർജ് അറ്റ് ബി പ്ലസ് ക്യൂ. അപ്പോൾ രണ്ട് ചാർജ് മൂലവും പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതി. ഈ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് നോക്കൂ, ഇത് വെക്ടറാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വെക്ടറാണ്. എനി വെക്ടർ ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻസ് അലോങ് ദി എക്സ് ആൻഡ് വൈ ഡിറക്ഷൻസ്. സോ ഈ മൈനസ് ക്യൂ ചാർജ് ഇത് രണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇറ്റ് ഈസ് റിസോൾവ്ഡ് ഇൻ ടു വൺ അലോങ് ദിസ് ഡയറക്ഷൻ നെഗറ്റീവ് വൈ ഡയറക്ഷൻ ആൻഡ് അനദർ അലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. നെഗറ്റീവ് വൈ ഡയറക്ഷനിലെ കമ്പോണൻറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിൽ എങ്ങനെ എഴുതാം? ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ ഈ മൈനസ് ക്യൂ സൈൻ തീറ്റയും ഈ മൈനസ് ക്യൂ കോസ് തീറ്റയും. ഇതേപോലെ പ്ലസ് ക്യൂ ചാർജ് മൂലം പി എന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഡയറക്ഷൻ. ദിസ് ഓൾസോ റിസോൾവ്ഡ് ഇൻ ടു ടു കമ്പോണൻസ്, വൺ അലോങ് ദി വൈ ഡയറക്ഷൻ ആൻഡ് അതർ അലോങ് ദി എക്സ് ഡയറക്ഷൻ. അതും എങ്ങനെയാണ്? ഒന്ന് പോസിറ്റീവ് വൈ ഡയറക്ഷനിലും ഒന്ന് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലും. ഈ വെക്ടർ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ പോസിറ്റീവ് വൈ ഡയറക്ഷനിലുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ. അതുപോലെ എക്സ് ഡയറക്ഷനുള്ളതിനെ എങ്ങനെ എഴുതാം? ഈ മൈനസ് പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡും രണ്ട് കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്തു. അതിൻ്റെ കമ്പോണൻസ് എഴുതി. ഒന്നും കൂടെ പറയാം. The electric field at the point P due to minus Q charge. E minus Q is along PA. It is resolved into two components, one along the negative y direction, another along the negative x direction. And the component along the negative y direction is E minus Q sin theta, and component along the negative x direction is E minus Q cos theta. Also, the electric field at P due to plus Q charge. E plus Q is also resolved into E plus Q along BP is also resolved into two components, one along the positive y direction and another along the negative x direction. Positive y direction component E plus Q sin theta, negative x direction component E plus Q cos theta. ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം. നോക്കൂ, ഈ പ്ലസ് ക്യൂ മൈനസ് ക്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് ഇല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് രണ്ടും. 1/4πε0 q by a square plus r square. ഇവിടെയും 1/4πε0 q by a square plus r square. സോ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് ക്യൂ സൈൻ തീറ്റ ഈ മൈനസ് ക്യൂ സൈൻ തീറ്റ ദേ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. ഇപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേ ഉണ്ടാവുള്ളൂ? ഈ ഡയറക്ഷനിലായിരിക്കും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനായിരിക്കും. നമുക്കറിയാം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? മൈനസ് ക്യൂവിൽ നിന്ന് പ്ലസ് ക്യൂ ചാർജിലേക്ക് ഇങ്ങോട്ടേക്കാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ പി. അങ്ങനെയാണെങ്കിൽ ഹിയർ ദി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡൈപോൾ മൊമെൻറ്റ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. മൈനസ് പിയുടെ ഡയറക്ഷനായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇനി നമുക്ക് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഇത് രണ്ടും ക്യാൻസലായിപ്പോയി. പോസിറ്റീവ് ആയ ഡയറക്ഷൻ നെഗറ്റീവ് ആയ ഡയറക്ഷൻ ക്യാൻസലായിപ്പോയി. സോ റിസൾട്ടൻ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഈസ് ഈ ഇക്വറ്റോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഈ മൈനസ് ക്യൂ കോസ് തീറ്റ പ്ലസ് ഈ പ്ലസ് ക്യൂ കോസ് തീറ്റ. അപ്പോൾ രണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സെയിം മാഗ്നിറ്റ്യൂഡ് അത് നമുക്ക് എന്ത് എഴുതാം? 2 ടൈംസ് ഏതെങ്കിലും ഒന്നുകിൽ ഈ പ്ലസ് ക്യൂ അല്ലെങ്കിൽ ഈ മൈനസ് ക്യൂ കോസ് തീറ്റ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ ഡയറക്ഷൻ എലോങ് എങ്ങോട്ടാണ്? മൈനസ് പിയുടെ ഡയറക്ഷനാണ്. ഓക്കെ, ഇനി കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കൂ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കൂ. അതായത് AOP എന്ന ട്രയാങ്കിൾ നോക്കൂ. അപ്പോൾ ഇതിൽ കോസ് തീറ്റ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈപ്പോട്ടനൂസ് സ്ക്വയർ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു
adjacent side by hypotenuse. That is A by hypotenuse. Hypotenuse എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നല്ലോ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അതിൻ്റെ റൂട്ട്. ദാറ്റ് ഈസ് A by root of A square plus R square എന്ന് എഴുതാം cos തീറ്റയ്ക്ക് പകരം. That is equal to 2 into 1 by 4 pi epsilon 0 into Q by A square plus R square into cos തീറ്റയ്ക്ക് പകരം adjacent side by hypotenuse. That is A by A square plus R square. Root of A square plus R square. Root of A square plus R square എന്ന് പറയുന്നത് നമുക്ക് A square plus R square the whole raised to 1 by 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി ന്യൂമറേറ്ററിലൊന്ന് നോക്കൂ. 2QA ഓർ 2A ഇൻറ്റു Q എന്ന് എഴുതിക്കൂടെ ഇതിനെ? 1 by 4 pi epsilon 0 ഇൻറ്റു 2A ഇൻറ്റു Q ബൈ A square plus R square the whole raised to 1 എന്ന അർത്ഥം. A square plus R square the whole raised to 1 by 2. എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പവർ തമ്മിൽ ആഡ് ചെയ്ത് ചെയ്ത് 1 plus 1 by 2 എന്ത് വരും? 3 by 2. ദാറ്റ് ഈസ് A square plus R square the whole raised to 3 by 2 എന്ന് വരും. എലോങ് -P ഡയറക്ഷൻ ആയിരിക്കും. ഈ 2AQ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞിരുന്നു 2AQ. വാട്ട് ഈസ് 2AQ? യെസ്, ഡൈപോൾ മൊമെൻറ്റ്. സോ വി ക്യാൻ റൈറ്റ് electric field intensity at a point on the equatorial line is equal to 1 by 4 pi epsilon 0 into P by A square plus R square the whole raised to 3 by 2 along direction -P cap in direction. So expression for electric field intensity at a point on the equatorial line of the dipole. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികളുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തത്. ദാറ്റ് ഈസ് E is equal to 1 by 4 pi epsilon 0 P by A square plus R square the whole raised to 3 by 2 P cap.